ആദ്യ വിവാഹബന്ധം തകർന്ന ശേഷം ഏറെക്കാലം 2 മക്കളോടെ ഒറ്റപ്പെട്ട ജീവിതമായിരുന്നു സീരിയൽ താരം ദിവ്യ ശ്രീധരൻ്റേത്. ആത്മഹത്യ, വിഷാദരോഗം തുടങ്ങിയതെല്ലാം തന്നെ ആ കാലഘട്ടത്തിൽ ദിവ്യയെ അലട്ടിയിരുന്നു. ജീവിതത്തിലെ ഏറ്റവും ഇരുണ്ട കാലഘട്ടം കൂടിയാണ് കടന്നു പോകുന്നത്. ആ സമയത്താണ് ക്രിസ് വേണുഗോപാൽ ദിവ്യയുടെ ജീവിതത്തിലേക്ക് വരുന്നത്. ക്രിസും വിവാഹമോചിതനായിരുന്നു. ദിവ്യ മാത്രമല്ല, അവരുടെ 2 മക്കളുടെയും സംരക്ഷണം ക്രിസ് ഏറ്റെടുത്തു. ഗുരുവായൂരിൽ വെച്ച് നടന്ന ആഡംബരപൂർവ്വം നടന്ന വിവാഹ സൽക്കാരമെല്ലാം തന്നെ വീഡിയോ സോഷ്യൽ മീഡിയയിൽ വൈറലായിരുന്നു. വിവാഹ വാർത്ത പുറത്തു വന്നപ്പോൾ ദിവ്യയ്ക്ക് ഏറ്റവും കൂടുതൽ കേൾക്കേണ്ടി വന്ന വിമർശനം ക്രിസിന്റെ സ്വത്തും പണവും കണ്ട് കിട്ടി എന്നതായിരുന്നു. ഇപ്പോഴിതാ മൂവി വേൾഡ് മീഡിയയ്ക്ക് നൽകിയ അഭിമുഖത്തിൽ വിമർശകർക്ക് മറുപടി പറയുകയാണ് ദിവ്യ. സ്വത്ത് കണ്ടിട്ട് കൂടി തന്നെയാണ് ഞാൻ വിവാഹത്തിന് സമ്മതിച്ചത് എന്ന് താരം പറയുന്നു. നല്ല ആളുകളെ കണ്ടുമുട്ടിയാൽ വിവാഹം കഴിക്കണമെന്നാണ് വിവാഹമോചിതരായിട്ടുള്ള സ്ത്രീകളോട് എനിക്ക് പറയാനുള്ളത്. ഒറ്റയ്ക്ക് ജീവിതം പറ്റാത്തതുകൊണ്ടാണ് താൻ വിവാഹിതരായത്. അവരുടെ എവിടെ നിന്നും എനിക്ക് സപ്പോർട്ടുണ്ടായിരുന്നില്ല. എന്നേക്കാൾ പ്രശ്നം അനുഭവിക്കുന്ന സ്ത്രീകൾ നമ്മുടെ സമൂഹത്തിലുണ്ടാകും. അവരാരും തുറന്നു പറയാതെ ഇരിക്കുകയായിരിക്കും. ചിലർ വീണ്ടും വിവാഹം കഴിക്കാൻ ആഗ്രഹിക്കുന്നതായി പറഞ്ഞിട്ടുണ്ട്. മിക്കവർക്കും 2-3 മക്കളുണ്ട്. കുഞ്ഞുങ്ങളെയും ഭാര്യയെയും നോക്കാൻ കഴിവില്ലാത്തവർ ദയവ് ചെയ്ത് വിവാഹം കഴിക്കരുത് എന്നാണ് എനിക്ക് പറയാനുള്ളത്. എത്ര വഴക്കുണ്ടായാലും നാളെ വന്ന് മിണ്ടും. ഇന്ന് ശരിയാവാത്ത പ്രശ്നം നാളെ ശരിയാകും എന്നൊക്കെ കരുതിയിട്ടാണ് ദിവസവും വർഷവും ഞാൻ അടക്കം പലരും തള്ളി നീക്കുന്നത്. അവസാനം ഒട്ടും പറ്റില്ല എന്ന അവസ്ഥ വരുമ്പോഴാണ് വിവാഹമോചനത്തെക്കുറിച്ചും പിരിയാമെന്നും തീരുമാനിക്കുന്നത്. ഇപ്പോഴുള്ള ആളുകളെ ഒന്ന് പറഞ്ഞാൽ രണ്ടാമത്തതിന് ഡൈവോഴ്സാണ്. ഞാൻ പറഞ്ഞത് എന്നെപ്പോലുള്ള ആളുകളുടെയും എൻ്റെയും കാര്യമാണ്. താൻ അനുഭവിച്ചതുപോലെ പങ്കാളിയുടെയും അടുത്തും കുത്തും കൊണ്ട് അടിമയെപ്പോലെ കഴിയുന്നവർ ഇപ്പോഴുമുണ്ട്. പറ്റില്ലെന്ന് തോന്നിയാൽ വിട്ടേക്കുക, എന്നിട്ട് ഒറ്റയ്ക്ക് ജീവിക്കുക. അതിനും പറ്റിയില്ലെങ്കിൽ നല്ലൊരു പാർട്ട്ണറെ കണ്ടെത്തുക. അതൊന്നും തെറ്റല്ല. മകൾ വിവാഹം കഴിക്കാൻ പ്രായമായി വരികയാണ് എന്ന ചിന്തയൊക്കെ ഒരു സമയം കഴിയുമ്പോൾ അവർ അവരുടെ കാര്യം നോക്കി പോകും. കെട്ടിയാൻ പ്രായമുള്ള മോളല്ലേ എന്നായിരുന്നു എനിക്ക് വന്ന വിമർശനം. അതിന് എന്താണ് കുഴപ്പം? മകൾ ഉള്ളവർ വിവാഹം കഴിക്കുന്നത് തെറ്റാണോ? അവർ നല്ലൊരു വസ്ത്രം ധരിക്കാൻ അവകാശമില്ല എന്നാണ്. സ്ത്രീകൾ 2ാം വിവാഹത്തിലേക്ക് പോകുമ്പോൾ അവർക്ക് മെയിൻ സാമ്പത്തികം തന്നെയാണ്. എനിക്ക് സാമ്പത്തികമൊന്നും ഉണ്ടായിരുന്നില്ല. എന്നെ സപ്പോർട്ട് ചെയ്യാൻ ആരും ഉണ്ടായിരുന്നില്ല. കടം വാങ്ങിയവർ പോലും പിന്നീട് വേറെ രീതിയിലാണ് എന്നോട് സംസാരിച്ചത്. താൻ കല്യാണം കഴിച്ചപ്പോൾ കേട്ട കമൻറ്റ് കിളവൻ്റെ പണം കണ്ട് കെട്ടിയതാണ് എന്നതാണ്. ശരിയാണ്, കുറച്ചൊക്കെ അതിലും കാര്യമുണ്ട്. പക്ഷേ എനിക്കിത് വേണം എന്നൊക്കെ പറഞ്ഞ് വാശി പിടിച്ച് ഏട്ടനെ കൊണ്ടൊന്നും വാങ്ങിയിട്ടില്ല. പിന്നൊരു വലിയൊരു വീടുണ്ട് എന്ന് കരുതി ആർക്കും സുഖമായി ജീവിക്കാൻ കഴിയില്ല. പണിയെടുത്താലേ പറ്റൂ. അല്ലാതെ ഡിപ്പോസിറ്റ് ഒന്നുമില്ല. വീടുണ്ട്, കണ്ണൂരിൽ കുറച്ച് സ്ഥലമുണ്ട്, 2-3 വണ്ടികളുമുണ്ട്. അതൊക്കെ കൊണ്ട് സ്വത്ത് കണ്ടിട്ട് കെട്ടി എന്ന് പറയാൻ പറ്റില്ല. സമ്പത്തുണ്ടെങ്കിലും പണിയെടുത്താലേ ജീവിക്കാൻ പറ്റൂ. ഏട്ടൻ്റെ അച്ഛൻ്റെ വിയർപ്പാണ് ഞങ്ങൾ താമസിക്കുന്ന വീട് എന്നും ദിവ്യ പറയുന്നു. ദിവ്യ ശ്രീധരയും ക്രിസ് വേണുഗോപാലും നിങ്ങൾക്ക് ഇഷ്ടമാണെന്ന കാര്യം വീഡിയോയ്ക്ക് താഴെ കമൻറ്റ് ചെയ്ത് അറിയിക്കുക. വാർത്തകളും വിശേഷവും ഉടനെ അറിയാൻ നമ്മുടെ ചാനൽ ഇപ്പോൾ തന്നെ സബ്സ്ക്രൈബ് ചെയ്ത് വീഡിയോ ഒന്ന് ലൈക്ക് ചെയ്യുക.